നമസ്കാരം, ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒപ്പം സർവ്വ ഐശ്വര്യത്തിനായി കർക്കിടകത്തെ എങ്ങനെ വരവേൽക്കാമെന്നും അപൂർവമായ ശീപോതി അനുഷ്ഠാനങ്ങൾ എങ്ങനെ ചെയ്യാമെന്നും ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സ്പിൻ മോപ്പും അതുപോലെ കർക്കിടകവും തമ്മിൽ എന്താ ബന്ധമെന്ന്. എന്നാൽ ബന്ധമുണ്ടെന്നേ, നമുക്ക് നോക്കാം. പഞ്ഞമാസമാണെങ്കിൽ കർക്കിടകത്തെ ഐശ്വര്യത്തിന്റെ മാസമായിട്ടാണ് കണക്കാക്കുന്നത്. കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുന്നേ ആചരിക്കേണ്ടുന്ന ചിട്ടകളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ആചരിക്കാൻ പറ്റുന്ന ചില ചിട്ടകളും വട്ടങ്ങളും കർക്കിടക മാസത്തിനുണ്ട്. അത് ശാരീരികമായും മാനസികമായും നമ്മെ വേറൊരു തലത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം മിഥുന മാസം അവസാന ദിനം വീടും പരിസരവും വൃത്തിയാക്കി ചാണകവെള്ളമോ മഞ്ഞൾ വെള്ളം നാൽപ്പാമര വെള്ളമോ ഒക്കെ തളിച്ച് ശുദ്ധിയാക്കുന്നു. ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീട്ടിൽ നിന്ന് മാറ്റുന്നു. ശ്രീ ഭഗവതിയെ വരവേൽക്കാനുള്ള സങ്കല്പത്തിൽ അരിപ്പൊടി കലക്കി കൈകൊണ്ട് പ്രധാന വാതിലിനും മറ്റും പതിപ്പിക്കുന്നത് ഉത്തമം. സംക്രമ സമയത്ത് ശീബോധിക്ക് വിളക്ക് വയ്ക്കുക എന്നതാണ് പ്രധാന ചടങ്ങ്. അഷ്ടമംഗല്യവും ദശപുഷ്പങ്ങളും എല്ലാം ഒരുക്കി ഭഗവതിയെ നിലവിളക്ക് കൊളുത്തി എതിരേൽക്കുന്നതാണ് സങ്കല്പം. ഇതോടൊപ്പം ചേർന്ന് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നതും ഈ കർക്കിടക മാസത്തിലെ പ്രധാന ഒരു ചിട്ടകളിൽ പെടുന്ന ഒന്നാണ്. ഞാൻ അതിനു വേണ്ടി ഈ മാസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വാങ്ങിച്ചൊരു സാധനമാണ് ഈ സ്പിൻ മോപ്പ്. അപ്പൊ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കാം. ഇത് ഞാൻ കർക്കിടക മാസത്തിലേക്ക് വേണ്ടി പ്രത്യേകം നോക്കി വെച്ച് വാങ്ങിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കാണുക. ബൈ.